ഹലോ ഗൈസ്, സീസൺ ആയിട്ടുണ്ടെങ്കിൽ ചക്ക വിഭവം ഇല്ലാതെ ഒരു ദിവസം പോലും കടന്നു പോവില്ല മലയാളിക്ക് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ചക്ക എരിശ്ശേരി, ചക്ക പുളിശ്ശേരി, ഇടിച്ചക്ക തോരൻ, അങ്ങനെ എന്തൊക്കെ വിഭവങ്ങളാണല്ലേ. അപ്പം ഞാൻ രാവിലെ തന്നെ ഇടിച്ചക്ക തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചക്ക പറിക്കാൻ വേണ്ടി ഇറങ്ങിയതാണേ. ചക്കത്തോരൻ പലതരത്തിലും വെക്കാറുണ്ട് കേട്ടോ. ഞാൻ കൊത്തി എരിഞ്ഞിട്ട് വെക്കാറുണ്ട്, അല്ലെങ്കിൽ കഷ്ണമാക്കി മുറിച്ച് കുക്കറിലിട്ട് വേവിച്ചിട്ട് ഇടിച്ചെടുത്തിട്ടും വെക്കാറുണ്ട് കേട്ടോ. ഇനി ഞാൻ ഏതായാലും കുക്കറിലിട്ട് വേവിച്ച് ഇടിച്ചെടുത്ത് വെക്കാനാണ് കേട്ടോ വിചാരിക്കുന്നത്. ഈ തോരൻ വെക്കാൻ പാകത്തിനായ ചക്കയില്ലേ, അതിന് ഇവിടുത്തെ അമ്മ പറയാറുള്ളത് ചക്ക കണ്ടൽ അല്ലെങ്കിൽ ചക്ക പൂതൽ അങ്ങനെയൊക്കെ കേട്ടോ പറയാറുള്ളത്. ഞങ്ങളുടെ നാട്ടിലേക്ക് ഇതിന് ഇടിച്ചക്കാന്ന് തന്നെയാണ് പറയുന്നത്. ഒരേ സാധനത്തിന് തന്നെ പല നാട്ടിൽ പല പേരുകളാണല്ലേ. ഇത് കണ്ടോ, ഇത് ഞാൻ ദോശക്കല്ലിൽ എണ്ണ തേക്കാൻ വേണ്ടി ആക്കി വെച്ചേക്കുന്നതാണ്. ഇതിന്റെ അടുപ്പിന് ചെറിയൊരു ഹോൾ ഇട്ടിട്ട് അതിനകത്തേക്ക് ഈ ബ്രഷ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പൊടിയാകാതെ സൂക്ഷിക്കാം കേട്ടോ. അങ്ങനെ ഞാൻ ചക്കയൊക്കെ കട്ട് ചെയ്ത് കുക്കറിലാക്കി വേഗം വെച്ചേ. ഇതിന് നല്ല അരക്കുണ്ട് കേട്ടോ ഈ ചക്കയ്ക്ക്. അരക്കെന്ന് പറഞ്ഞാൽ അറിയില്ലേ, ചക്കപ്പച്ച, വിളഞ്ഞിറ് അങ്ങനെയൊക്കെ പറയും കേട്ടോ. ഇവിടെ എത്തിപ്പെട്ടത് പിന്നെയാണ് കേട്ടോ പല പേരുകളും വാക്കുകളും ഒക്കെ ഞാൻ കേട്ടിട്ടുള്ളത്. ആദ്യമൊക്കെ അമ്മ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവാറില്ലായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പം അത് ശീലമായി. അങ്ങനെ ചക്ക വെന്തെടുത്തതിന് ശേഷം ഞാനത് നന്നായിട്ട് ഉടച്ചെടുത്തേ. അതിനുശേഷം അതിന് വേണ്ട തേങ്ങയും ജീരകവും പച്ചമുളകും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും എല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തേ. നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ ചക്കത്തോരൻ വെക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ അമ്മയുണ്ടല്ലോ ഇങ്ങനെയേ അല്ല വെക്കുന്നത്, ഈ രീതിയേ അല്ല. അത് പിന്നെ ഭാഷ പോലെ തന്നെ പല നാട്ടിലും പല രുചികളുമാണല്ലോ. തേങ്ങയൊക്കെ ചതച്ച് വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറുത്ത് അതിലേക്ക് വെളുത്തുള്ളി, ചുവന്നുള്ളി, വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് വറുത്തെടുത്തു കേട്ടോ. അതിനുശേഷം അതിലേക്ക് ചക്കയും കൂടി ഇട്ട് കൊടുത്തേ. അതിനിടയ്ക്ക് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. സാധാരണ ചക്ക വെക്കുമ്പോൾ ഞാൻ എപ്പോഴും അതിന് കൂടെ ചെറുപയർ ചേർക്കാറുണ്ട് കേട്ടോ. അങ്ങനെ വെക്കുന്നത് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇന്നിപ്പോൾ ഇവിടെ ചെറുപയർ ഉണ്ടായിരുന്നില്ലേ, അതിന് പകരം ഒരു പരീക്ഷണം എന്നോണം വൻപയർ ചേർക്കാമെന്ന് വെച്ചു. അങ്ങനെ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന വൻപയർ അതിലേക്ക് ചേർത്തു. ഒപ്പം തന്നെ അരവും കൂടെ ചേർത്ത് ഇളക്കി. അതിനുശേഷം അരവൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടി 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചു. 2 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും നമ്മുടെ ഇടിഞ്ചക്ക വിത്ത് വൻപയർ തോരൻ റെഡി. ചെറുപയർ ഇല്ലാത്തതുകൊണ്ടാണ് വൻപയർ ചേർത്തതെങ്കിലും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇന്ന് ചക്കത്തോരൻ്റെ കൂടെ എനിക്ക് പുളിശ്ശേരി മുട്ട ഓംലെറ്റും ആയിരുന്നു. അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം ടാറ്റാ ബൈ ബൈ.